ഞാൻ മാത്രം കാണുന്നത്. ഈ കഥ എഴുതിയത് ഡോക്ടർ അനിൽകുമാർ SD. നിങ്ങൾ കാണുന്നില്ലാത്തത് കൊണ്ടോ കേൾക്കാത്തത് കൊണ്ടോ അങ്ങനെയൊന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നത് ക്രൂരതയല്ലേ? ഞാൻ കാണുന്നത് എൻ്റെ കണ്ണുകൊണ്ടും കേൾക്കുന്നത് എൻ്റെ കാതുകൊണ്ടുമാണ്. അങ്ങനെ കാണുന്നത്, തിരിച്ചറിയുന്നത് തലച്ചോറ് കൊണ്ടും. 10ാം ക്ലാസ്സിൽ സംസ്ഥാനത്ത് 2ാം റാങ്ക് നേടിയ വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഡോക്ടറാവാൻ താല്പര്യമില്ലായിരുന്നു. മരുന്നിൻ്റെയും പഴുപ്പിൻ്റെയും വേദനയുടെയും ഇടയിൽ ഒരു ജീവിതം തളച്ചിടുന്നതിന്. എനിക്ക് കിടിലം റാങ്ക് കിട്ടിയിട്ടല്ലേ മദ്രാസ് IITയിൽ കിട്ടിയത്. എൻ്റെ തലച്ചോറിന് ആവശ്യത്തിലധികം ബുദ്ധിയുണ്ട്. IITയിൽ നിന്നും 1ാം റാങ്കോടെയാണ് ഞാൻ പുറത്തിറങ്ങിയത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഇല്ലാത്തത് കാണുകയും കേൾക്കുകയും ചെയ്യുമെങ്കിൽ വിപ്രോ പോലൊരു കമ്പനി എന്നെ കൊത്തിക്കൊണ്ടു പോകുമോ? മാസം 2 ലക്ഷം രൂപയാണ് അവർ എനിക്ക് തരുന്നത്. രാഘവേന്ദ്ര സാർ, ഞങ്ങളുടെ IT ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, എന്നെക്കുറിച്ച് പറഞ്ഞത് സാറ് പഠിപ്പിച്ചതിൽ ഏറ്റവും ജീനിയസ് ഞാനെന്നാണ്. എന്നിട്ടാണ് നിങ്ങൾ ഞാൻ ഇല്ലാത്തത് കാണുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ഉറക്ക ഗുളികൾ എന്നെ കൊണ്ട് തീറ്റിക്കുന്നത്. ബാംഗ്ലൂരിൽ ആ ഫ്ലാറ്റിൻ്റെ കുഴപ്പമാണ്. അല്ലെങ്കിൽ ഫ്ലാറ്റിന് എന്തിനു കുറ്റം പറയണം? എല്ലാം അവൻ്റെ കുറ്റമല്ലേ? ആ വിപിൻ്റെ. അവൻ വിപ്രോയിൽ ചേർന്നത് മുതൽ എൻ്റെ പുറകെയായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞാണ്, നീ കരുതുന്നത് പോലെ ഒരു പെൺകുട്ടിയല്ല ഞാൻ അതിബുദ്ധിമതിയാണ്. നീ കാണാത്തതും കേൾക്കാത്തതും കാണാനും കേൾക്കാനും കഴിയുന്ന ബുദ്ധി രാക്ഷസിയാണ് ഞാൻ. എന്നിട്ടും അവൻ പുറകെ നടക്കുകയായിരുന്നല്ലോ. അവന് ഭ്രാന്തായിരുന്നു. ഒരു ഭ്രാന്തന്, അത് നമ്മളെ കരുതി ഭ്രാന്തനായവൻ നമുക്ക് ഉപേക്ഷിക്കാനാവില്ലല്ലോ. ഒടുക്കം ഞാൻ അവനോട് പറഞ്ഞു, നീ എന്നെ സ്നേഹിച്ചോളൂ, ഞാനും സ്നേഹിക്കാൻ ശ്രമിക്കാം. എന്നാൽ ഒരു സാധാരണ തറ പെൺകുട്ടിയെപ്പോലെ ശാരീരിക ബന്ധത്തിന് ഞാൻ തയ്യാറല്ല. ബുദ്ധിവികാസമുള്ള ഒരു പെൺകുട്ടിയും അതിന് തയ്യാറാവില്ലല്ലോ. അമ്മയല്ലേ പറഞ്ഞത് അവനെ കെട്ടിയാൽ എല്ലാം ശരിയാകുമെന്ന്. അവനും പറഞ്ഞു, കല്യാണത്തിന് ശേഷം നമുക്ക് തീരുമാനിക്കാമെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞു, എൻ്റെ തീരുമാനം ഉറച്ചതാണ്. പിന്നെ കല്യാണം അതെനിക്കൊരു രസമുള്ള തമാശയാണ് തോന്നി. മുടി നിറയെ പൂവും ചൂടി പട്ടുസാരി ചുറ്റി വിലസുന്ന ഒരു തമാശ. നിനക്കും അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ആ തമാശ ഞാൻ ചെയ്തത്. കല്യാണത്തിന് ശേഷം നീയാണ് കാലം മാറിയത്. ശാരീരിക ബന്ധത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തയ്യാറായത്. നീ അത് സമ്മതിച്ചുമാണ്. പിന്നെ എന്തിനാണ് ഈ നാടകങ്ങൾ? നിൻ്റെയൊപ്പം എൻ്റെ അമ്മയും ചേർന്ന് എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത്. അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയതിൻ്റെ ദുഃഖം എപ്പോഴും എഴുന്നള്ളിക്കുന്നത് അമ്മയുടെ സ്ഥിരം നമ്പറാണല്ലോ. എന്നെ വളർത്താനായി ഒരു ജീവിതം കളഞ്ഞ കഥയും എത്ര കേട്ടാലും ആ കഥയിൽ ഞാൻ അലിഞ്ഞു പോവുകയും ചെയ്യും. നീയും അമ്മയും കൂടി ഒരു മനോരോഗ വിദഗ്ധനെ കാണിക്കുവാൻ എനിക്കെന്താ ഭ്രാന്താണോ? എന്നിട്ടും അമ്മയുടെ കണ്ണീരിൽ ഞാൻ എത്ര ഡോക്ടർമാരെ കണ്ടു. എത്ര ഉറക്ക ഗുളിക കഴിച്ചാലും എനിക്ക് ബോധമില്ലേ? ഉറങ്ങിക്കിടന്നത് എന്നെ നീ എന്താണ് ചെയ്തത്? ഞാൻ ഉറങ്ങിക്കിടക്കുക മാത്രമല്ല, മരിച്ചു കിടക്കുകയായിരുന്നില്ലല്ലോ. നീ ഒരു മര്യാദയുള്ള പുരുഷനാണോ? നിനക്ക് നാണമുണ്ടോ? ഒരു സ്ത്രീയെ മയക്കുമരുന്ന് കൊടുത്തി ഉറക്കി മാനഭംഗപ്പെടുത്താൻ തരംതാണം മനസ്സുള്ളവർക്ക് അത് കഴിയൂ. ഇനി നിന്നെ കാണണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ. നീ എന്തിനാണ് എനിക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്നത്? നീ എന്നെ കീഴ്പ്പെടുത്താനായി ഒളിച്ചു നിൽക്കുന്നതെന്തിനാണ്? എന്നെ നോക്കി അശ്ലീലാംഗ്യങ്ങളും വാക്കുകളും പറയുന്നതെന്തിനാണ്? ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഭയത്തിൽ എത്ര നാൾ ഒരു സ്ത്രീക്ക് കഴിയാനാകും? ഈയുടെ അമ്മയും കള്ളം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നീ എന്നെ കളഞ്ഞിട്ട് പോയെന്നും എന്നെ ഡൈവോഴ്സ് ചെയ്തെന്നും നമ്മുടെ ഓഫീസിൽ ശാരിയെ കെട്ടിയെന്നും നിങ്ങൾക്കൊരു മോളുണ്ട്. ഇപ്പോൾ അമ്മയും മകളും കള്ളമേ പറയും. നീ എനിക്ക് ചുറ്റും കഴുകൻ കണ്ണുകളുമായി കറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ആരും മനസ്സിലാക്കാത്തത്? ഈ ഡോക്ടർമാർ ഒരുതരം മന്ദബുദ്ധികളാണ്. വെറുതെ എന്നെ ഉറക്കി നിന്നെ ഓടിക്കാമെന്ന് കരുതുന്നവർ. എൻ്റെ ഉള്ളിലിരുന്നാണ് നീ എന്നെ വേട്ടയാടുന്നതെന്ന് തിരിച്ചറിയാത്ത നിങ്ങളെല്ലാം കൊണ്ട് ഞാൻ തോറ്റു ജീവിക്കാൻ മടിയായതിനാൽ ഒന്ന് തൂങ്ങി മരിക്കാമെന്ന് കരുതിയതിന് അമ്മ കരയുന്നു. ഈ പൊട്ടൻ ഡോക്ടർ പറയുന്നു, ഞാൻ വളരെ അപകടകരമായ മാനസിക അസുഖമുള്ള രോഗിയാണ്. ചിലപ്പോൾ ഷോക്ക് വേണ്ടിവരും. മാനസിക നില തെറ്റിയവരുടെ ഇടയിൽ മരണവും ജീവിതവും ദുഷ്കരമാണ്. വിധി അനുഭവിക്കുക.